വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ഫ്രൈഡ് സാൻഡ്വിച്ച് ആണ്. 6 ചിക്കൻ പീസുകൾ എടുക്കാം. അതിലേക്ക് 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു 2 സ്പൂൺ ഓയിലും കൂടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മറിച്ചിട്ട് എല്ലാം അതുപോലെ അങ്ങനെ മറിച്ചിട്ടെടുക്കാം. ഒരു 5 മിനിറ്റും കൂടി മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇടാം. ബട്ടർ ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മൈദ ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ മൈദയുടെ ഒരു പച്ചമണം പോകുന്നവരെ. അതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പ്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് നല്ല തിക്ക് ഗ്രേവി ആക്കാൻ വെക്കാം. ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചിടാം. ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയില ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇപ്പം നമ്മളുടെ ബ്രെഡ് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ഓരോന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഇങ്ങനെ ഇതുപോലെ എല്ലാം ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ചിക്കൻ ഫില്ലിങ്സ് വെക്കാം. നടുക്ക് മാത്രമേ വെക്കാൻ പാടുള്ളൂ, സൈഡിലൊന്നും വെക്കാൻ പാടില്ല. സൈഡിൽ കുറച്ച് സ്പേസ് വിടണം. ഇനി മറ്റൊരു ബ്രെഡ് വെച്ച് നമുക്കത് മൂടി വെക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഫില്ല് ചെയ്ത ബ്രെഡ് അതിൻ്റെ സൈഡ് കുറച്ച് വെള്ളത്തിൽ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളത്തിലെടുത്ത് സൈഡ് മാത്രം ഒന്ന് വെള്ളത്തിൽ പതുക്കെ ഡിപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് അമർത്തി ഇനി ഒന്ന് ഒട്ടിക്കാം. ഈ സൈഡുകളെല്ലാം വെള്ളം കൊണ്ട് ഫുൾ ഒഴിക്കരുത്, സൈഡ് മാത്രം. ഇനി അങ്ങനെ ഇതെല്ലാം മാറ്റി വയ്ക്കാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. 3 സ്പൂൺ വെള്ളം എന്നുള്ള കൺസിസ്റ്റൻസിയാണ്. വളരെ ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് ഈ കോൺഫ്ലോർ മിക്സിൽ മുക്കിയെടുക്കാം. ഇങ്ങനത്തെ എല്ലാ ബ്രെഡ് ഫില്ലിങ്ങും ഇതുപോലെ മുക്കിയെടുത്ത് കുറച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരുപാട് മുങ്ങിക്കിടക്കുന്ന അത്രയും ഓയിൽ ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഓരോ ബ്രെഡും നമുക്ക് ഓയിലിലേക്ക് ഇട്ടേക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു പാത്രത്തിൽ ഊറ്റിയെടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.